കാഷ്വാലിറ്റിയിലേക്ക് നടക്കുമ്പോൾ അയാളുടെ കാലുകൾ വിറച്ചിരുന്നു. തളർന്നു തുടങ്ങിയ കാലുകൾ വലിച്ചുകൊണ്ട് അയാൾ നടന്നു. മിഴിയുടെ ടീച്ചറെ കണ്ടപ്പോൾ അയാൾ ഓടിപ്പടിഞ്ഞ് അങ്ങോട്ടേക്ക് ചെന്നു. എന്താ എന്താ എൻ്റെ കുഞ്ഞിന് പറ്റിയത്, നിങ്ങളൊന്ന് പറയോ? അയാളുടെ സ്വരം വിറച്ചിരുന്നു. സാറ് ടെൻഷൻ ആവേണ്ട, കുട്ടികൾ കളിക്കുമ്പോൾ ഇതിലൊന്ന് വീണു. തലയിൽ ചെറുതായിട്ടൊരു പൊട്ടലുണ്ട്, സ്റ്റിച്ചിട്ടുണ്ട്. പിന്നെ കയ്യിലും കാലിലും കുറച്ച് ഉരച്ചിലും. മേഡത്തിന് ഒരുപാട് വിളിച്ചു, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതാണ് സാറിനെ വിളിച്ച്. ഈശ്വര, എൻ്റെ മോള്. അയാൾ തളർച്ചയോടെ കസേരയിലിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇറങ്ങി വന്നു. ഡോക്ടർ, എൻ്റെ മോള്. പ്രഭാകരൻ ധൃതിയിൽ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. ഹേയ്, റിലാക്സ്, ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പെട്ടെന്നുണ്ടായ ഷോക്കിലൊന്ന് പേടിച്ചാണ്. മുറിവ് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം തന്നെ വീട്ടിൽ പോകാം, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡോക്ടർ അയാളുടെ തോൾ തട്ടി മുന്നോട്ട് നടന്നു. പ്രഭാകരൻ ആശ്വാസത്തോടെ അകത്തേക്ക് കയറി. തലയിലൊരു കെട്ടുമായി ബെഡിൽ കിടക്കുന്ന മിഴിയെ കണ്ട് അയാളുടെ നെഞ്ച് വിങ്ങി. അപ്പൂപ്പ, മിഴി വിതിമ്പിക്കൊണ്ട് വിളിച്ചു. എന്താടാ കണ്ണ? ഒന്നുമില്ല കേട്ടോ, അപ്പൂപ്പനുണ്ടടുത്ത്. വേദനിക്കുന്നുണ്ടോടാ പൊന്നെ? അയാൾ അവിടെ നെറ്റിൽ അരുമയായി തലോടിക്കൊണ്ട് ചോദിച്ചു. ഇവിടെ പിന്നെ ഇവിടെയൊക്കെ വേദനിക്കുന്നുണ്ട്. കുഞ്ഞിച്ചുണ്ടിൽ പുറത്തേക്ക് കുന്നിക്കൊണ്ടവൾ പറഞ്ഞു. ഇപ്പൊ മാറും, എന്റെ മോള് വിഷമിക്കണ്ട, നമുക്ക് വീട്ടിൽ പോവാം. ആ നിറഞ്ഞ കുഞ്ഞിക്കണ്ണുകൾ തുടച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അപ്പൂപ്പനും കയ്യെന്താറ്റോ? അയാളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് മിഴി പറഞ്ഞു. അവളുടെ കവിളിൽ മൃദുവായി തലോടി അയാൾ ഇരുന്നു. അപ്പോഴേക്ക് നേഴ്സ് വന്ന് ഡിസ്ചാർജ് ഷീറ്റ് കൊടുത്തു. സ്കൂളിലെ ടീച്ചേഴ്സും വന്നു. പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരോട് തിരികെ പോയിക്കൊള്ളാൻ അയാൾ പറഞ്ഞു. അപ്പൂപ്പ, എനിക്ക് പപ്പേനെ കാണണം, മിഴി സങ്കടത്തോടെ പറഞ്ഞു. ഇപ്പൊ നമുക്ക് വീട്ടിൽ പോവാം, പപ്പ അങ്ങോട്ട് വരും. പപ്പേനെ അപ്പൂപ്പൻ വിളിക്കാട്ടോ. അയാൾ അവളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു. വേണ്ട, എനിക്ക് ഇപ്പൊ പപ്പേനെ കാണണം, എനിക്ക് പപ്പേൻ്റെ അടുത്ത് പോയാൽ മതി, അവൾ അലറിക്കറിഞ്ഞോണ്ട് പറഞ്ഞു. മിഴിയുടെ വാശിക്ക് മുന്നിൽ പ്രഭാകരൻ നിസ്സഹായനായി. സാധാരണ അവളൊരു കാര്യത്തിൽ വാശി പിടിക്കാത്തതാണ്. പക്ഷെ എന്തെങ്കിലും കാര്യത്തിൽ വാശി കാണിച്ചാൽ അത് നടത്തിയെടുക്കും. ശരി, ഞാൻ ലച്ചുവിനൊന്ന് വിളിച്ചു നോക്കട്ടെ. അതും പറഞ്ഞ് അയാൾ ഫോണെടുത്ത് ലച്ചുവിനെ വിളിച്ചു. പക്ഷെ ഒരുപാട് റിങ് ചെയ്തിട്ടും ആരും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഡെന്നിയുടെ ഫോണിൽ ഇത് തന്നെ അവസ്ഥ. അവസാനം രണ്ട് കൽപ്പിച്ച് ഡെന്നിയുടെ ഓഫീസിൽ പോകാൻ തീരുമാനിച്ചു. വാശി പിടിച്ച് വല്ലതും വരുത്തി വെക്കുമെന്ന പേടിയായിരുന്നു അയാൾക്ക്. അപ്പൂപ്പ, പപ്പേനെ കാണണം, പപ്പേ, മിഴി കരഞ്ഞുകൊണ്ടിരുന്നു. കരയണ്ട കേട്ടോ, നമുക്ക് പോകാൻ പപ്പയുടെ അടുത്ത്. എന്റെ മോള് കണ്ണുടക്ക്. അയാൾ അവളുടെ മുഖം തുടച്ചുകൊണ്ട് അവൾക്ക് വേദനിക്കാത്ത രീതിയിൽ എടുത്തു. പാർക്കിങ്ങിലെത്തി വന്ന കാലത്ത് തന്നെ ഡെന്നിയുടെ ഓഫീസിലേക്ക് വിട്ടു. കോൺഫറൻസ് ഹാളിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന ഡെന്നിയുടെ മുമ്പിൽ എല്ലാവരും തലകുനിച്ച് നിന്നു. തെറ്റ് തങ്ങളുടെ ഭാഗത്താണെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. തങ്ങളുടെ അശ്രദ്ധ കാരണമാണ് ഈ ഡീൽ നടക്കാത്തതെന്ന ചിന്ത അവരുടെ തല താഴ്ത്തി. സോ ഇതിൽ എന്ത് എക്സ്ക്യൂസാണ് നിങ്ങൾക്ക് തരാനുള്ളത്? പ്ലീസ് എക്സ്പ്ലെയിൻ. ഡെന്നി കൈകെട്ടിന്നോട് ചോദിച്ചു. അവന്റെ മുറുകുന്ന ഞരമ്പുകൾ ഉള്ളിലെ ദേഷ്യം വിളിച്ച് കാണിക്കുന്നതായിരുന്നു. ലച്ചു ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. അവൾ അവന്റെ ദേഷ്യത്തിനുള്ളിൽ പകച്ചുപോയി. ജെറി, അനു, അഞ്ജലി, അഭിനവ്, നിങ്ങൾക്കായിരുന്നു ഈ വർക്കിന്റെ മുഴുവൻ ചുമതല. ഇത്രയും ലോസ് ഈ കമ്പനിക്ക് ഉണ്ടാകാൻ കാരണം നിങ്ങളാണ്. എന്ത് ന്യായീകരണ ഇതിൽ തരാനുള്ളത്? അവൻ അവരെ നോക്കി ചോദിച്ചു. 4 പേര് എഴുന്നേറ്റ് തലഴ്ത്തി നിന്നു. ഇങ്ങനെ ഭൂമി ദേവിയെ കുമ്പിട്ട് നിൽക്കാതെ ഐ നീഡ് ആൻ ആൻസർ. ടേബിളിൽ ശക്തി അടിച്ചുകൊണ്ട് അവൻ അലറി. അവന്റെ അലർച്ചയിൽ തന്നെ അവിടെയുള്ളവരുടെ കിളി രാജ്യം വിട്ടിരുന്നു. സർ, സോറി സർ, തെറ്റ് ഞങ്ങളുടെ ഭാഗത്താണ്. അത് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്, ജെറി അവനെ നോക്കി പറഞ്ഞു. എങ്ങനെ എങ്ങനെ തിരുത്തും നിങ്ങൾ? അതുകൂടെ പറയണം, അവൻ ഗൗരവമിടാതെ ചോദിച്ചു. അത് സർ, ഞങ്ങൾ ജെറി നിന്ന് വിക്കി. വെറുതെ വായ കൊണ്ട് പറഞ്ഞാ പോരാ, എങ്ങനെ തിരുത്തുമെന്ന് വ്യക്തമായി പറയണം. കമോൺ, സ്പീക്ക് അപ്പ് മാൻ. ഡെന്നി ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. അവരുത്തരമില്ലാത്ത തലകുമ്പിട്ട് നിന്നു. ഇതേ സമയം പ്രഭാകരൻ മിഴിയും കൊണ്ട് ഡെന്നിയുടെ ഓഫീസിന് മുമ്പിലെത്തി. മെല്ലെ അവളെ എടുത്തു. റിസപ്ഷനിൽ ചെന്ന് അന്വേഷിക്കാൻ നീട്ടി അയാൾ അവിടേക്ക് ചെന്നു. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ഡെന്നീസിനൊന്ന് കാണുമായിരുന്നു. റിസപ്ഷനിലിരിക്കുന്ന പെൺകൊച്ച് ആ ചോദ്യം കേട്ട് പ്രഭാകരനെയും കയ്യിലിരിക്കുന്ന മിഴിമോളെയും മാറി മാറി നോക്കി. അപ്പോയിന്റ്മെന്റ് ഉണ്ടോ സർ? ഇല്ല, ബട്ട് ഞങ്ങളാണെന്ന് പറഞ്ഞാൽ മതി, കുറച്ച് അർജന്റായിരുന്നു. സോറി സർ, അപ്പോയിന്റ്മെന്റിൽ കാണാൻ പറ്റില്ല. മാത്രമല്ല സാർ ഇപ്പോൾ ഒരു മീറ്റിംഗിലാണ്, ഒന്ന് വെയിറ്റ് ചെയ്യൂ, ആ പെൺകുട്ടി വിനീതമായി പറഞ്ഞു. അപ്പൂപ്പ. അത് കേട്ടതും മിഴി വിതുമ്പലോടെ വിളിച്ചു. മോളൊന്ന് ചെന്ന് പറയൂ ഡെന്നിയോട്, മിഴിയുണ്ട് കൂടെ എന്ന് പറഞ്ഞാൽ മതി. പ്രഭാകരൻ മിഴിയെ നോക്കി ആ പെൺകുട്ടിയോട് പറഞ്ഞു. ഓക്കെ സർ, ഞാൻ ചോദിക്കാം, സാർ ഇരിക്കും. ഡെന്നിക്ക് വേണ്ടപ്പെട്ട ആരാണെന്ന് മനസ്സിലായതും അവൾ പറഞ്ഞു. ക്യാബിൻ ഡോർ തുറന്ന് അവൾ അകത്തേക്ക് കയറി. സർ, ദേഷ്യത്തിൽ നിന്ന ഡെന്നിയെ നോക്കി അവൾ വിളിച്ചു. വാട്ട്? അവൻ അവൾക്ക് നേരെ അലറി. സർ, ആരോ കാണാൻ വന്നിരിക്കുന്നു, അർജന്റാണെന്നാ പറഞ്ഞത്. അവൾ പേടിച്ച് പറഞ്ഞു. നോ, ആരും ഇപ്പൊ കാണാൻ പറ്റില്ല, ആൻഡ് യു പ്ലീസ് ഗോ ഔട്ട്. അവൻ അവൾക്ക് നേരെ അലറി. ആ പെൺകൊച്ചി കിട്ടിയ ജീവനം കൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. എന്തായി മോളെ? പുറത്തേക്ക് എത്തി നിന്ന് കിടക്കുന്ന ആ പെൺകുട്ടിയെ നോക്കി പ്രഭാകരൻ ചോദിച്ചു. ഇപ്പൊ ആരെയും കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു. സാർ കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ, അവൾ ദയനീയമായി ചോദിച്ചു. ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞോ? മിഴി അത് കേട്ട് ചോദിച്ചു. അത് കേട്ട് അവളിൽ നിന്ന് തലയാട്ടി.
മിഴി നിർബന്ധപൂർവ്വം പ്രഭാകരന്റെ കയ്യിൽ നിന്നിറങ്ങി. നടക്കാൻ വയ്യെങ്കിലും ഒരുവിധം കോൺഫിഡൻസ് ആളുടെ മുന്നിലെത്തി ഡോറ് തുറക്കാൻ നോക്കി. ആ കുഞ്ഞി കൈകൾ വെച്ച് തള്ളിയിട്ടും അത് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൈ വേദനിച്ചിട്ടും അവൾ തള്ളിക്കൊണ്ടിരുന്നു. മോളെ എന്താ ഈ കാണിക്കണ്, ഇങ്ങോട്ട് വന്നേ. പ്രഭാകരൻ അവളെ എടുക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. വേണ്ട വിട്, എനിക്ക് പപ്പേനെ കാരണം. അവൾ അയാളുടെ കൈ വിടുവിച്ച് ഡോറിൽ തള്ളിക്കൊണ്ട് പറഞ്ഞു. മിഴി പപ്പ എന്ന് പറയുന്ന കേട്ട് മറ്റേ പെണ്ണിന്റെ കണ്ണ് ഇപ്പോൾ പുറത്തു വരുന്നായി. ഡെന്നിയുടെ കല്യാണം കഴിഞ്ഞെന്നത് അവിടെ ആർക്കും അറിയില്ലായിരുന്നു. പ്രഭാകരൻ മിഴിയെടുക്കാൻ നോക്കി പരാജയപ്പെട്ടു. അപ്പോഴേക്കാരോ ഹാളിന്റെ ഡോർ തുറന്നു. മിഴി ആ ഗ്യാപ്പിൽ കൂടെ അകത്തേക്ക് ഓടിക്കയറി. അകത്തെ നിശബ്ദതയിൽ മിഴിയുടെ ചെരുപ്പിന്റെ സൗണ്ട് മാത്രം കേട്ടു. എല്ലാവരും പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. മിഴിയെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. പെട്ടെന്ന് എല്ലാവരെയും കണ്ടപ്പോൾ മിഴിയൊന്ന് പകച്ചുപോയി. ഡെന്നി ലച്ചും ഫ്രണ്ടിലായിരുന്നുകൊണ്ട് മിഴിയെ കണ്ടില്ല. ഹൂ ഇസ് ദാറ്റ്? ഡെന്നി ദേഷ്യത്തോടെ ചോദിച്ചു. പപ്പേ. ഡെന്നിയുടെ ശബ്ദം കേട്ടതും അങ്ങോട്ടേക്ക് ഓടിക്കൊണ്ട് മിഴി വിളിച്ചു. ഡെന്നി ഞെട്ടിക്കൊണ്ട് മിഴിയെ നോക്കി. ലച്ചുവിന്റെ അവസ്ഥയെ മറിച്ചല്ലായിരുന്നു. പപ്പേ. ഡെന്നിക്ക് കാണാൻ പാകത്തിനെത്തിയപ്പോൾ മിഴി ഒന്നുകൂടെ വിളിച്ചു. മിഴിയുടെ തലയിലെ കെട്ടും കയ്യിലെയും കാലിലെയും കെട്ടുകളും കണ്ടപ്പോൾ ഡെന്നിക്ക് ഹൃദയം നിലച്ച പോലെ തോന്നി. ലച്ചു നിന്നിടത്ത് നനങ്ങാതെ തരിച്ചു നിന്നു. കുഞ്ഞാ, അവൻ ഇടറിക്കൊണ്ട് വിളിച്ചു. പപ്പേ. ഡെന്നിയുടെ വിളി കേട്ടതും അത്രയും നേരം അടക്കി പിടിച്ച സങ്കടമെല്ലാം കരച്ചിൽ സീലുകളായി പരിണമിച്ചു. കുഞ്ഞാ. ഡെന്നി കാറ്റുപോലെ പാഞ്ഞു വന്ന് അവളെ എടുത്തുയർത്തി. അവിടെയുള്ള എല്ലാവരും എന്താണ് സംഭവം എന്നറിയാതെ അത്ഭുതപ്പെട്ട് നിന്നു. ഡെന്നിയുടെ മോളാണെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അനു തലകറങ്ങി പോലെ നിന്നു. എന്താടാ പറ്റി എന്റെ കുഞ്ഞിനെ? എന്താ പറ്റിയത്? ഇതൊക്കെ എന്താ? അവൻ അവിടെ നെറ്റിയിലും കയ്യിലും കാലുമെല്ലാം മാറി മാറി തൊട്ടുകൊണ്ട് ചോദിച്ചു. ഞാൻ വീണു പപ്പേ, കളിച്ചപ്പോ വീണതാ. എനിക്ക് നല്ല വേദന എടുത്തു, കൊറേ ചോര വന്നു പപ്പേ. ഞാൻ പേടിച്ചു പോയി. മേലൊക്കെ നല്ല വേദന പപ്പേ ഇപ്പോഴും. അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മിഴിയുടെ കണ്ണുനീർ ഡെന്നിയെ പൊഴിച്ച് അവൾ വിരുമ്പിക്കൊണ്ടിരുന്നു. കരയിലട കുഞ്ഞ, പപ്പ വന്നല്ലോ. എന്റെ മോൾക്കിനി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പപ്പ ഉണ്ട് കൂടെ, കരയണ്ട കേട്ടോ. പപ്പയുടെ കുഞ്ഞ സ്ട്രോങ് അല്ലേ? അവൻ അവിടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ സ്ട്രോങ്ങാ. മിഴി കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. ഡെന്നി അവളുടെ നെറ്റിയിലും കാലിലും കയ്യിലുമെല്ലാം മാറി മാറി മുത്തി. ഇത്രയും നേരം കളിച്ചിരുന്ന ഡെന്നിയാണോ ഇതെന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് മിഴി കുറച്ച് മാറി തറച്ചു നിൽക്കുന്ന ലച്ചുവിനെ കണ്ടത്. അമ്മേ. ലച്ചുവിനെ നോക്കി സങ്കടത്തോടെ മിഴി വിളിച്ചു. ആ ഒരു വിളിയുടെ ബലത്തിൽ ലച്ചു അവരുടെ അടുത്തേക്ക് പാഞ്ഞു. മോളെ, എന്താടാ? അമ്മയുടെ പൊന്നിന് എന്താ പറ്റിയേ? വേദനിച്ചോടാ വാവേ? അവൾ മിഴിയെ ഡെന്നിയുടെ കയ്യിൽ നിന്ന് വാങ്ങി കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ചോദിച്ചു. എന്താ വേദൂത്, നീ ഇങ്ങനെ കരഞ്ഞു മോളെ പീഡിപ്പിക്കല്ലേ? അവൾ കുഴപ്പമില്ല, കണ്ടില്ലേ? ഡെന്നി മിഴിയെ വാങ്ങിക്കൊണ്ട് പറഞ്ഞു. ഇച്ചായ. അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. അവിടെ ആ നീക്കം ഡെന്നി പ്രതീക്ഷിച്ചില്ല. തന്റെ നെഞ്ചിൽ ചാരി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവന്റെ ഹൃദയമിടിപ്പ് കൂടി. പതിയെ അവന്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചു. ഒന്നുമില്ലടാ, കരയല്ലേ? ഡെന്നി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ചായ, നമ്മുടെ മോള് വേദനിച്ചാണല്ലോ ഇച്ചായ, നമ്മുടെ മോൾക്ക്. അവൾ അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചു നമ്മുടെ മോൾ എന്ന് പറഞ്ഞതിന്റെ ഷോക്കിലായിരുന്നവൻ. അവന്റെ കാലുകൾക്ക് ബലം കുറയുന്ന പോലെ തോന്നി. മിഴിയുടെ ശബ്ദമാണ് അവനെ തിരികെ കൊണ്ടുവന്ന്. കാര്യമില്ല അമ്മേ, എനിക്ക് കുഴപ്പമില്ല അമ്മേ. ഞാൻ പപ്പേത് സ്ട്രോങ് ചെയ്യലല്ലേ. ലച്ചു കയ്യെന്താറ്റോ? ലച്ചുവിന്റെ കണ്ണുടച്ചുകൊണ്ട് മിഴി പറഞ്ഞു. ലച്ചു പതിയെ ഡെന്നിയുടെ നെഞ്ചിൽ ചാരിയുന്നുണ്ട് ഇരുവരെയും നോക്കി. ഇതൊക്കെ കണ്ട് ഇനി പോവാൻ കിളികളൊന്നും ബാക്കിയില്ലെന്ന രീതിയിൽ അവിടെയുള്ളവരിരുന്നു. കുറച്ചു സമയം ഡെന്നിയുടെ നെഞ്ചിൽ തന്നെ ചാരിയുന്നതിന് ശേഷമാണ് ലച്ചുവിന് താൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചുള്ള ബോധം വന്ന്. അവൾ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് അവനിൽ നിന്ന് അടർന്നു മാറി. ലച്ചുവിന് ഡെന്നിയെ നേരിടാൻ ഒരു ചമ്മൽ തോന്നി. അവൾ അവനിൽ നിന്ന് ഓട്ടം മാറ്റിക്കൊണ്ട് ചുറ്റും നോക്കി. അപ്പോഴാണ് അവരെ മൂന്നുപേരെയും നോക്കി അന്തം വിട്ടിരിക്കുന്ന ബാക്കി എല്ലാവരെയും കാണുന്നത്. ലച്ചുവിന്റെ നോട്ടം പിന്തുടർന്നപ്പോഴാണ് ഡെന്നിയോ അത് കണ്ടത്. പക്ഷെ അവന് വലിയ ഭാവവ്യത്യാസം ഉണ്ടായിരുന്നില്ല. അവൻ മിഴിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നിലേക്ക് നടന്നു. സോ ഗൈസ്, നിങ്ങളുടെ തീരുമാനം പറഞ്ഞില്ല? അവൻ തലകുനിച്ച് നിൽക്കുന്ന നാലുപേരെയും നോക്കി ചോദിച്ചു. മുമ്പത്തെ ദേഷ്യം ആ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും മിഴി അവന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. അവർ നാലുപേരും എന്തു മറുപടി കൊടുക്കണമെന്നറിയാതെ പരസ്പരം നോക്കി. നിങ്ങൾക്ക് പറയാനില്ലാത്തതുകൊണ്ട് ഇനി ഞാൻ പറയാം. നിങ്ങളെ നാലുപേരെയും തൽക്കാലം ടീമിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. അവർ നമുക്കൊരു അവസരം കൂടി തന്നിട്ടുണ്ട്. സോ മഹേഷ് ആയിരിക്കും അതിന്റെ ടീം ലീഡർ. വിത്തിൻ 1 വീക്ക് എനിക്ക് ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയി കിട്ടണം. ഗോട്ട് ഇറ്റ്? അവൻ മഹേഷിനെ നോക്കി ചോദിച്ചു. യെസ് സർ, മഹേഷ് മറുപടി പറഞ്ഞു. സോ മഹേഷ്, നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കാം. ബാക്കി ഡീറ്റെയിൽസ് വേദു പറഞ്ഞുതരും. അവൻ അത്രയും പറഞ്ഞുകൊണ്ട് മിഴിയും കൊണ്ട് പുറത്തേക്ക് നടന്നു. ഈവനിങ് വിളിച്ചാൽ മതി മഹേഷ്, ഞാൻ ഡീറ്റെയിൽസ് എല്ലാം മെയിലയക്കാം. അതും പറഞ്ഞ് ലച്ചു ഡെന്നിയുടെ പുറകെ നടന്നു. എല്ലാവരും അവർ പോകുന്ന നോക്കി. അനു തളർന്ന കസേരയിലിരുന്നു. കെട്ടിയത് പോട്ടെ, ഒരു കൊച്ചുള്ളതിനെയാണ് ഇത്രയും കാലം വായി നോക്കി നടന്നതെന്നാലോചിച്ച് അവൾ തലയിൽ കൈവച്ച്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവർ തമ്മിൽ നല്ല മാച്ചാണെന്ന്.
അഞ്ജലി അനുവിന്റെ അടുത്തിരുന്നോണ്ട് പറഞ്ഞു. ശവത്തിൽ കുത്തിലിടി ശവമേ. അനു അഞ്ജലിയെ നോക്കി പല്ല് കടിച്ചു. അഞ്ജലിക്ക് അവളുടെ മുഖം കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു. എടി അവർ ലവ് മാരേജ് ആടി. അഞ്ജലി എന്തോ വലിയ കണ്ടുപിടുത്തം പോലെ പറഞ്ഞു. നിന്നോട് ആര് പറഞ്ഞു? അനു അവളെ നോക്കി നെറ്റി വിളിച്ചു. എടി ഇന്റർകാസ്റ്റ് മാരേജ് അറേഞ്ച്ഡ് ആക്കി നടത്താൻ മാത്രം നമ്മുടെ കേരളം പുരോഗമിച്ചിട്ടില്ല. അഞ്ജലി പൂച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ ബുദ്ധി വിമാനം പോലെയാണല്ലേ? അഞ്ജലിയെ ചൂടി നോക്കിക്കൊണ്ട് അനു ചോദിച്ചു. വിമാനമല്ല, റോക്കറ്റ്. അഞ്ജലി വിളിച്ചുകൊണ്ട് പറഞ്ഞു. അനു അവൾക്ക് നേരെ കൈകൂപ്പി. പൊന്നു കുഞ്ഞ്, വെറുതെ വിട് എന്ന രീതി. അവിടെയുള്ള ബാക്കി എല്ലാവരുടെയും ചർച്ചാ വിഷയം ഡെന്നിയും ലച്ചുവും മിഴിയുമായിരുന്നു. മിഴി ഡെന്നിയുടെ മോളാണെന്ന് മഹേഷ് കൂടെ ഉറപ്പിച്ച് പറഞ്ഞോടെ അതിനൊരു തീരുമാനമായി എന്ന് പറഞ്ഞു എല്ലാവരും അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. ലച്ചു ഡെന്നിയുടെ ക്യാബിലേക്ക് ചെന്നപ്പോൾ അവൻ മിഴിയെയും എടുത്ത് കണ്ണുകളടച്ച് ചെയറിൽ ഇരിക്കുകയായിരുന്നു. മിഴി അവന്റെ നെഞ്ചിൽ ചാരിയിരിക്കുകയാണ്. മിഴിയുടെ മുഖത്ത് വരുന്ന ഭാവവ്യത്യാസങ്ങളിൽ തന്നെ അവൾ അനുഭവിക്കുന്ന വേദന വ്യക്തമാണ്. അതിലും വേദന ഡെന്നിയുടെ മുഖത്തുണ്ട്. അവന്റെ കൈകൾ വേദനിപ്പിക്കാത്ത രീതിയിൽ മിഴിയെ തഴുകുന്നുണ്ട്. ലച്ചു മെല്ലെ അവരുടെ അടുത്തേക്ക് വന്ന് കൈയെടുത്ത് മിഴിയുടെ നെറുകയിൽ തലോടി കുനിഞ്ഞ അവളുടെ നെറ്റിയിൽ മുത്തമിട്ടു. ലച്ചുവിന്റെ ശ്വാസമേറ്റതും ഡെന്നി കണ്ണുകൾ തുറന്നു. ഇന്ന് പക്ഷെ തൊട്ടടുത്തുള്ള അവളുടെ സാമീപ്യം അവന്റെ മനസ്സിനെ വ്യതിചലിപ്പിച്ചില്ല. അവൻ ആ സമയം മിഴിയുടെ പപ്പ മാത്രമായിരുന്നു. ലച്ചു ഉയർന്നു അവൻ അവളെ നോക്കി വരണ്ട ചിരി നൽകി. അച്ഛൻ പോയോ? അവൻ ചോദിച്ചു. ഞാൻ പൊക്കോളാൻ പറഞ്ഞു. മരുന്ന് കഴിക്കേണ്ടതല്ലേ, പോരാത്തിൽ നിന്ന് ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും, ലച്ചു പറഞ്ഞു. മറുപടിയായി അവനൊന്ന് മൂളി. പപ്പേ. മിഴി വേദന കൊണ്ട് ചുളിയ മുഖമായി വിളിച്ചു. എന്താണ് കുഞ്ഞ, വേദനിക്കുന്നുണ്ടോ? അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു. അവളുടെ കുഞ്ഞി ചുണ്ടുകൾ വീതുമ്പുന്നുണ്ടായിരുന്നു. ലച്ചു മെല്ലെ അവളുടെ മുറിവിൽ തലോടിക്കൊണ്ടിരുന്നു. ഇപ്പം മാറും, എൻ്റെ മോൾക്ക് അറിയണ്ട കേട്ടോ. ഉള്ളിലെ സങ്കടം മറച്ചു പിടിച്ചുകൊണ്ട് ലച്ചു പറഞ്ഞു. നമുക്ക് വീട്ടിൽ പോവാൻ പപ്പേ, അമ്മ എനിക്ക് വീട്ടിൽ പോകാനും. മിഴി രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. പോവടാ, നമുക്ക് ഇപ്പം തന്നെ പോവാം കേട്ടോ. പപ്പയുടെ കുഞ്ഞെ വിഷമിക്കണ്ട, പപ്പ ഉണ്ടടാ കൂടെ. ഡെന്നി അവളുടെ മുഖത്ത് മേലെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു. പോവാ പപ്പേ, വാ. മിഴി കരഞ്ഞു തുടങ്ങിയിരുന്നു. വൈകിക്കാതെ തന്നെ ഡെന്നിയും ലച്ചുവും മിഴിയെയും കൂട്ടി ഇറങ്ങി. മിഴിക്ക് വയ്യാത്തതുകൊണ്ട് അത്രയും ശ്രദ്ധിച്ചാണ് ഡെന്നി കാർ ഓടിച്ച്. ഫ്ളാറ്റിലെത്തുമ്പോഴേക്കും മിഴി ലച്ചുവിന്റെ മടിയിൽ നിന്ന് ഉറങ്ങിയിരുന്നു. മരുന്നിന്റെ ക്ഷീണം കാരണം ഉറങ്ങുമെന്ന് അറിയാവുന്നതുകൊണ്ട് കാർ നിർത്തിയിട്ടും അവൾ ഉണർത്തിയില്ല. ഡെന്നി മിഴിക്ക് വേദനിക്കാത്ത രീതിയിൽ അവളെ എടുത്തുകൊണ്ട് നടന്നു. പുറകെ അവരെ തന്നെ നോക്കിക്കൊണ്ട് ലച്ചു. ഫ്ളാറ്റിന്റെ ഡോർ തുറന്നു മായും ട്രീസയും കണ്ണിറച്ചുകൊണ്ട് ഓടി വന്നു. എന്നതാണ് ഡെന്നി, എന്റെ കൊച്ചിന് പറ്റിയത്? വീണ് നെറ്റുകൂട്ടി എന്നൊക്കെ പറഞ്ഞല്ലോ. ഏയ് അമ്മച്ചി, കുഴപ്പമൊന്നുമില്ല. അമ്മച്ചി ഒച്ച വെച്ച് മോളെ എഴുന്നേൽപ്പിക്കില്ലേ. മരുന്നിന്റെ ക്ഷീണം കാരണം ഉറങ്ങിയതാ. ഇത്രയും സമയം വേദന എടുക്കുന്നു പറഞ്ഞ് കരച്ചിലായിരുന്നു. ഡെന്നി മുറിയിലേക്ക് നടക്കുന്നതിനിടെ പറഞ്ഞു. ഈശ്വര, എന്റെ കുഞ്ഞിന് കണ്ണ് തട്ടിയിട്ടുണ്ടാവും, ഞാനൊന്ന് ഒഴിഞ്ഞിടട്ടെ. മായ സാരി തലപ്പുകൊണ്ട് കണ്ണുടച്ച് അടുക്കളയിലേക്ക് നടന്നു. ലച്ചു മുറിയിലേക്ക് ചെന്നപ്പോൾ കണ്ടത് ബെഡിൽ മിഴിയെയും ചേർത്ത് പിടിച്ചിരിക്കുന്ന ഡെന്നിയാണ്. മോളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി കിടക്കുന്ന അവനെ അവൾ അലിവോടെ നോക്കി. ഇച്ചായ, ലച്ചു വിളിച്ച്. ലച്ചുവിന്റെ വിളി കേട്ടതും അവൻ മെല്ലെ എഴുന്നേറ്റു. മോളുടെ ഇരുസൈഡിലും പിള്ളോ വെച്ച് അവളെ പുതപ്പിച്ചു. ആ കുഞ്ഞു നെറ്റിൽ മൃദുവായി ചുംബിച്ചു. പപ്പേ. അവൾ ഉറക്കത്തിനിടയിൽ ചിണുങ്ങിക്കൊണ്ട് വിളിച്ചു. പപ്പ ഇവിടെ ഉണ്ട് കേട്ടോ, എൻ്റെ കുഞ്ഞൂസ് ഉറങ്ങിക്കോ. അവൻ മിഴിയെ തട്ടിയുറക്കിക്കൊണ്ട് പറഞ്ഞു. മിഴി ശരിക്കും ഉറക്കത്തിലേക്ക് വീണു തുടങ്ങിയപ്പോൾ അവൻ എഴുന്നേറ്റു. അപ്പോഴാണ് അവന്റെ കണ്ണിലെ നീർത്തിളക്കം ലച്ചു കണ്ടത്. ലച്ചു കണ്ടെന്ന് തോന്നിയത് അവൻ തിരിഞ്ഞുനിന്ന് കണ്ണുടച്ച്. വേദു, ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം, മോൾ എഴുന്നേറ്റ് അന്വേഷിക്കും. തിരിഞ്ഞോക്കാതെ പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. ലച്ചു അവൻ പോകുന്നത് നോക്കി. പിന്നെ മെല്ലെ മോളുടെ അടുത്ത് പോയിരുന്നു. എൻ്റെ മോള് ഭാഗ്യം ചെയ്തവളാണ്. ഇത്രയും കാലം അനുഭവിക്കാത്ത ഒരു അച്ഛൻ്റെ സ്നേഹം എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടിയില്ലേ. അവൾ അതും പറഞ്ഞ് ആ കുഞ്ഞു നെറ്റിയിൽ ചുംബിച്ചു. മായ ഉപ്പുമുളകും കൂട്ടി മിഴിയെ ഒഴിഞ്ഞു. അപ്പോഴേക്കും ഡെന്നി ഓടിപ്പിടഞ്ഞ് എത്തിയിരുന്നു. മോൻ ചായ കുടിച്ചോ? മായ അവനെ നോക്കി ചോദിച്ചു. ഇല്ല, എനിക്ക് വേണ്ട. മോൾ എഴുന്നേറ്റലാന്ന് കരുതി ഓടി വന്നതാ, അവൻ പറഞ്ഞു. മോൾക്ക് കുഴപ്പമൊന്നുമില്ല, വീണതിൻ്റെ ചെറിയ വേദന ഉണ്ടാവും. ഉറങ്ങി എണീക്കുമ്പോൾ അതങ്ങ് മാറിക്കോളും, ഞാൻ ചായ എടുക്കാം. അവരതും പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. മായി നോക്കി കാണുകയായിരുന്നു ഡെന്നിക്ക് മിഴിയോടുള്ള അടുപ്പം. ലച്ചു വാഷ്റൂമിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കണ്ടത് മോളുടെ അടുത്ത് കിടക്കുന്ന ഡെന്നിയാണ്. ആ, ഇച്ചായ ഇത്ര പെട്ടെന്ന് വന്നോ? അവൾ ടവൽ സ്റ്റാൻഡിലിട്ടോണ്ട് ചോദിച്ചു. അവിടെ നിന്ന് ഇരിക്കപ്പുറത്ത് കിട്ടില്ല, എൻ്റെ മോൾക്ക് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും അല്ലേ വേദു? അവൻ വിഷമത്തോടെ ചോദിച്ചു. ലച്ചു ഒന്നും മിണ്ടാതെ അവനെ നോക്കി. ഇന്ന് സ്കൂളിൽ പോകണില്ലെന്ന് പറഞ്ഞതാ, വിടണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ മോൾക്ക് ഈ വേദന അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഇവളെ കണ്ണു നിറയുമ്പോൾ എൻ്റെ നെഞ്ച് വിങ്ങാണ് വേദു. സഹിക്കാൻ പറ്റുന്നില്ല, കത്തി കുത്തിയിറക്കുന്ന പോലെ തോന്നുക. എൻ്റെ മോളല്ലേ ലച്ചു ഇവള്. അവള് പപ്പയെന്ന് വിളിക്കുമ്പോണ്ടല്ലോ ഈ ലോകം വെട്ടിപ്പിടിച്ച സന്തോഷം എനിക്ക്, അവൻ നിറകണ്ണുകളോടെ പറഞ്ഞു. ഇച്ചായ. ലച്ചു കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. കരയില്ലടാ, നമ്മുടെ മോൾക്കൊന്നുമില്ല. അവളുടെ പപ്പുള്ളിടത്തോളം കാലം അവൾക്കൊന്നും വരില്ല. എൻ്റെയാ.
എൻ്റെ മോള. അവൻ പുലമ്പിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ബോധം വന്ന പോലെ ലച്ചു അവനിൽ നിന്ന് അകന്നു മാറി പുറത്തേക്ക് ഓടി. അവളുടെ ആ പോക്ക് അവൻ നിസ്സഹായതയോടെ നോക്കി നിന്നു. ബാൽക്കണിയിലെത്തിയതും അവൾ ഇട്ടിരുന്ന റൗണ്ട് ചെയറിൽ ഇരുന്നുകൊണ്ട് അവൾ മുഖം പൊത്തി കരഞ്ഞു. അവളുടെ ഉള്ളിൽ പലതും കിടന്ന് പോഞ്ഞുകൊണ്ടിരുന്നു. അതിന്റെ ഫലമായി കണ്ണിൽ നിന്നും ഇടതടവില്ലാതെ കണ്ണുനീർ വന്നുകൊണ്ടിരുന്നു. ഡെന്നി മിഴിയുടെ അടുത്ത് കിടന്നുകൊണ്ട് ചെറുതായി മയങ്ങിയിരുന്നു. മിഴിയുടെ ഞരക്കമാണ് അവനെ ഉണർത്തിയത്. പപ്പേ, എന്നെ വിത്ത് പോവല്ലേ പപ്പേ, ഞാൻ പപ്പയുടെ മോനല്ലേ, ഞാൻ പപ്പയുടെ കുഞ്ഞല്ലേ. അവൾ എന്തൊക്കെയോ പിറുവിറുത്തുകൊണ്ടിരുന്നു. കുഞ്ഞാ, എന്താടാ? ഒന്നുമില്ല എൻ്റെ മോൾക്ക്, പപ്പ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അവൻ അവളെ നെറ്റിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. കയ്യിൽ പൊള്ളുന്ന ചൂട് അനുഭവപ്പെട്ടപ്പോൾ അവൻ പെട്ടെന്ന് കൈ പിൻവലിച്ച്. മേലാസകലം ചുട്ടു പൊള്ളുന്നുണ്ടായിരുന്നു. അവൻ പുതപ്പ് ഒന്നുകൂടി പുതപ്പിച്ച് മിഴിയുടെ കൈവെള്ളയും കാലും തിരുമ്മി കൊടുത്തു. വേദു, വേദു, ഒന്ന് വേഗം വാ, അവൻ അലറി വിളിച്ചു. ഡെന്നിയുടെ ശബ്ദം കേട്ട് ലച്ചുവും ബാക്കിയുള്ളവർ ഓടി വന്നു. എന്താ ചായ? ലച്ചു പരിഭ്രമത്തോടെ ചോദിച്ചു. മോൾക്ക് നല്ലപോലെ പനിക്കുന്നുണ്ട്, നമുക്ക് ഹോസ്പിറ്റൽ പോവാം, നീ റെഡിയാവും, അവൻ വെപ്രാളത്തോടെ പറഞ്ഞു. അത് മുറിവിൻ്റെ ആയിരിക്കും മോനെ, രാവിലെ ആകുമ്പോൾ കുറഞ്ഞോളൂ. ട്രീസ് അവൻ്റെ വെപ്രാളം കണ്ട് സമാധാനിപ്പിക്കാനെന്നപോലെ പറഞ്ഞു. എന്ന് വെച്ച് രാത്രി മുഴുവൻ എൻ്റെ കൊച്ചു പനിച്ച് കുറച്ച് കിടക്കണോ? വേദു നിന്നോടാ പറഞ്ഞ് പോയി റെഡിയാവാൻ, അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. അവൻ്റെ ദേഷ്യം കണ്ട് ലച്ചു പെട്ടെന്ന് തന്നെ റെഡിയായി. അവനും പോയി ഡ്രസ്സ് മാറി വന്നു. മോളെടുത്ത് വേഗം താഴേക്ക് നടന്നു. കാർ ഓടിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കൈകൾ മിഴിയിലെത്തുന്നുണ്ടായിരുന്നു. ആ കൈകളുടെ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും തണുപ്പറിയുമ്പോൾ മിഴിയൊന്ന് ഞെരങ്ങും. ആ കുഞ്ഞി ചുണ്ടുകളിൽ തൻ്റെ പപ്പയുടെ സാമീപ്യം അറിയുന്നതിനനുസരിച്ച് പുഞ്ചിരി തെളിഞ്ഞു. ഹോസ്പിറ്റലിലെത്തിയതും ഡെന്നി തന്നെയാണ് മോളെ വാരിയെടുത്ത് അകത്തേക്ക് നടന്ന്. ഒരു തരത്തിൽ നടത്തമായിരുന്നില്ലത്. അവൻ്റെ പുറകെ എത്താൻ ലച്ചു ഒരുപാട് കഷ്ടപ്പെട്ടു. ഡോക്ടറുടെ ക്യാബിനിൽ മോളെയും കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് തെളിഞ്ഞു കണ്ടത് ഒരച്ഛൻ്റെ ആകുലതയായിരുന്നു. സ്വന്തം ജീവനേക്കാളേറെ മകളെ സ്നേഹിക്കുന്ന ഒരച്ഛൻ്റെ ആകുലത. പനി കൂടുതലായതുകൊണ്ട് അന്ന് അവിടെ കിടക്കാൻ ഡോക്ടർ പറഞ്ഞു. മിഴിയെ ട്രിപ്പിടിച്ച് കിടത്തി. ഡെന്നിയെ റൂം എടുത്തിരുന്നു. ലച്ചു വീട്ടിലേക്ക് കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. രാത്രി അവർ രണ്ടുപേരും നിന്നോളാം, പകൽ ഡ്രസ്സെല്ലാം കൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഡെന്നി കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങി വന്നു. വാതിൽ ചാരി മിഴിയുടെ അടുത്തായിരുന്നു. മെല്ലെ ആ കുഞ്ഞിക്കൈയിൽ സൂചി കുത്തിയെടുത്ത് തഴുകി. നെറ്റിൽ വലിയ കെട്ടുമായി കണ്ണടച്ച് കിടക്കുന്ന മിഴിയെ കാണും തോറും അവൻ്റെ ഉള്ളം നീറി. ലച്ചു ഒരു കസേര വലിച്ചിട്ട് ഡെന്നിക്കെതിരായി ഇരുന്നു. അവൾ നോക്കി കാണുകയായിരുന്നു. അവൻ്റെ കണ്ണിലെ സ്നേഹവും പിടച്ചിലുമെല്ലാം. ഈ ചായ, അവൾ മെല്ലെ അവനെ വിളിച്ചു. അവൻ മൂളി. കഴിക്കുന്നില്ല, ഉച്ചക്കൊന്നും കഴിച്ചില്ല, ഞാൻ എടുത്തു വെക്കട്ടെ? വേണ്ട വേദു, വിശപ്പില്ല. ഇവളിങ്ങനെ വാടിയ താമര പോലെ കിടക്കുന്ന കണ്ടിട്ട് എനിക്കൊന്നും ഇറങ്ങുന്നില്ല. അവൻ ലച്ചുവിനെ ദയനീയമായി നോക്കി. രാവിലെ ആകുമ്പോഴേക്കും കുറഞ്ഞോളൂ എന്നല്ലേ ഡോക്ടർ പറഞ്ഞു. ഇച്ചായൻ ടെൻഷൻ ആവണ്ട, പണ്ട് മുതലേ ഒരു പനി വന്നാൽ ഇങ്ങനെയാ. ഇച്ചായൻ വന്ന് കഴിക്കാൻ നോക്ക്, അവൾ അവൻ അനുനയിപ്പിക്കാൻ നോക്കിയിട്ട് പറഞ്ഞു. എന്നിട്ടും ഡെന്നി അത് കേൾക്കാത്ത പോലെ മിഴിയുടെ അടുത്ത് തന്നെ ഇരുന്നു. ഡെന്നിയുടെ കണ്ണുകൾ മിഴിയിൽ തന്നെയായിരുന്നു. പെട്ടെന്നാണ് തൻ്റെ മുഖത്തിന് നേരെ വന്ന കയ്യവൻ കാണുന്നു. ഡെന്നി മെല്ലെ തലയുയർത്തിയപ്പോൾ കണ്ടു തൻ്റെ നേരെ ദോശ പിടിച്ചിരിക്കുന്ന ലച്ചുവിനെ. എന്തുകൊണ്ടോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഹ, കഴിക്കിച്ചായ, എൻ്റെ കൈ വേദനിക്കണു, ലച്ചു കുറുമ്പോടെ പറഞ്ഞു. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പഴയ ലച്ചു തന്നെയാണെന്ന് അവന് തോന്നി. നിറഞ്ഞ കണ്ണുകൾ അവളിൽ നിന്ന് മറച്ചു തുടച്ചുകൊണ്ട് അവൻ അവൾക്ക് നേരെ വാ തുറന്നു. ലച്ചു അവനെ കൊണ്ട് മുഴുവനും കഴിപ്പിച്ചു. അവൾ തരുന്നുകൊണ്ട് വയറ് നിറഞ്ഞിട്ട് അവൻ മതിയെന്ന് പറഞ്ഞില്ല. അവൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളത് അവളും കഴിച്ചു. ലച്ചു കൈ കഴുകി വന്നപ്പോൾ കണ്ടു അവളെയും കാത്തുന്ന പോലെ ഇരിക്കുന്ന ഡെന്നിയെ. അവൻ കൈകൊണ്ട് അവളെ മാടി വിളിച്ചു. ഒന്നും അടിച്ചെങ്കിലും ലച്ചു അവനരികിൽ പോയിരുന്നു. ഡെന്നി അവളുടെ കയ്യിൽ കൈകോർത്തു. നിനക്ക് ഓർമ്മയുണ്ടോ വേദു, പണ്ട് നീ വയ്യാണ്ട് പനിച്ചെടുക്കുമ്പോൾ ഞാൻ ഇതേപോലെ കഴിപ്പിക്കുന്നു. വേറെ ആരെയൊന്നാലും നീ കഴിക്കില്ല, എല്ലാത്തിനും ഞാൻ വേണം, അവൻ പഴയ ഓർമ്മയിൽ പറഞ്ഞു. ലച്ചുവിൻ്റെ ചിന്തകൾ അതിലേക്ക് പോയപ്പോൾ അവൾ അവനിൽ നിന്ന് മുഖം തിരിച്ചു. എല്ലാം പഴയതുപോലെ ആയാൽ മതിയായിരുന്നു. ഞാനും നീയും അപ്പച്ചനും അമ്മച്ചിയും മാതച്ചനും ഭദ്രമയും പിന്നെ നന്ദനും ഒന്നും മാറണ്ടായിരുന്നു. ഇപ്പം നീ അരികിലുള്ളപ്പോൾ പോലും ഒരുപാട് അകലം തോന്നുന്നു എനിക്ക്, അവൻ നിറകണ്ണോടെ പറഞ്ഞു. ഇച്ചായൻ കിടക്കാൻ നോക്ക്, ഞാൻ മോളുടെ അടുത്ത് കിടക്കാം, ഇച്ചായൻ ഈ ബെഡിൽ കിടന്നു, അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന പോലെ ബൈസ്റ്റാൻഡർ ബെഡ് കുടഞ്ഞോണ്ട് ലച്ചു പറഞ്ഞു. വേദു, ഞാൻ കുഞ്ഞൂസിൻ്റെ അടുത്ത് കിടക്കാം, അവൻ അവളെ നോക്കി അപേക്ഷ എന്ന പോലെ പറഞ്ഞു. അവൻ്റെ ആ ഭാവം കണ്ടപ്പോൾ അവൾക്ക് എതിർക്കാൻ തോന്നിയില്ല. ലൈറ്റ് ഡിം ചെയ്ത് ലച്ചു കിടന്നു. മിഴിയുടെ അടുത്ത് അവൾക്ക് നോവാത്ത തരത്തിൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഡെന്നിയും. ഇരുട്ടിലും ലച്ചു കണ്ടു പലതവണ ആകുലതയോടെ മിഴിയെ തൊട്ടു നോക്കുന്ന ഡെന്നിയുടെ കൈകളും ഇരുട്ടിലും തിളങ്ങി നിൽക്കുന്ന അവൻ്റെ പൂച്ച കണ്ണുകളിലെ നീർത്തിളക്കവും. രാവിലെ കണ്ണു തുറന്നപ്പോൾ പരിചയമില്ലാത്ത സ്ഥലം കണ്ട് മിഴിയൊന്ന് പരിഭ്രമിച്ച്. അപ്പോഴാണ് തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന ഡെന്നിയെ കണ്ടത്. ആ കുഞ്ഞിച്ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു. പപ്പേ, അവൻ്റെ കവിളിൽ ഉമ്മയിച്ചുകൊണ്ട് അവൾ വിളിച്ചു. ആ കുഞ്ഞിച്ചുണ്ടുകളെ തണുപ്പ് തട്ടിയപ്പോൾ അവൻ ഞെട്ടി എഴുന്നേറ്റു. തിളങ്ങുന്ന പൂച്ചക്കണ്ണുകൾ വെച്ച് തന്നെ ഉറ്റുനോക്കി കിടക്കുന്ന മിഴിയെ അവൻ വാത്സല്യത്തോടെ നോക്കി. കുഞ്ഞാ,
അവനെ അത്യധികം സ്നേഹത്തോടെ വിളിച്ചു. പപ്പേ, നമ്മൾ ഇത് എവിടെയാ പപ്പേ? ഇന്നലെ രാത്രി നമ്മൾ ഇവിടെയാണോ കിടന്നേ? പപ്പ ഇന്നലെ മോളുടെ അടുത്താണോ കിടന്നേ? അവൾ അത്ഭുതത്തോട് ചോദിച്ചു. ആടെ കുഞ്ഞ, പപ്പ ഇന്നലെ എൻ്റെ മോളുടെ അടുത്താണ് കിടന്നത്. ഇന്നലെ എൻ്റെ കുഞ്ഞൂസിനൊരു കുഞ്ഞി പനി വന്നു. അപ്പം ആ പനിയെ ഓടിക്കാൻ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു. അവൻ അവിടെ നെറ്റിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. എനിക്ക് പനി ഓതിയ പപ്പേ? അവൾ കണ്ണുകൾ വിടർത്തി ചോദിച്ചു. പിന്നെ പപ്പയുള്ളപ്പോൾ എൻ്റെ കുഞ്ഞിന് പനി വരാൻ സമ്മതിക്കോ? പപ്പ പനിയെ ഓടിച്ചു കളഞ്ഞു. ഇപ്പം എൻ്റെ കുഞ്ഞിനൊരു പനിയുമില്ല. അല്ലെങ്കിലും പപ്പയുടെ കുഞ്ഞ് സ്ട്രോങ് കേളല്ലേ? അവനവിടെ നെറ്റിൽ മുത്തിയോട് ചോദിച്ചു. പപ്പയുടെ സ്ട്രോങ് കേള, നല്ല പപ്പ. അവളും തിരികെ ഉമ്മെടുത്തോണ്ട് പറഞ്ഞു. ഇപ്പൊ വേദനയ്ക്കുണ്ടോ ഞാൻ? അവന്റെ ശബ്ദത്തിൽ വേദന ഉണ്ടായിരുന്നു. ഇല്ലല്ലോ, ഇപ്പൊ വേദന പോയല്ലോ. പപ്പേനെ പേടിച്ചിട്ടായിരിക്കും പപ്പേ. അവൾ വാപ്പത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മിഴിയുടെ ആ ചിരി ഡെന്നിയുടെ മനസ്സിൽ തണുപ്പൂരിയിട്ടു. ഇന്നലെ മുതൽ അനുഭവിച്ച മാനസിക സംഘർഷത്തിന് ഒരയവ് വന്ന പോലെ അവന് തോന്നി. അവനൊന്നുകൂടി മിഴിയെ പൊതിഞ്ഞു പിടിച്ച് നെറ്റിയിലും കവിളിലുമെല്ലാം മാറി മാറി മുത്തി. പപ്പേ, ഇവിതേ? അവൾ കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവനൊരു ചിരിയോടെ കയ്യിൽ മുത്തി. മിഴിയൊരു കള്ളച്ചിരിയോടെ കാല് കാണിച്ചു കൊടുത്തു. പിന്നെ കണ്ണും മൂക്കും കവിളും ചെവിയും എല്ലാം കാണിച്ചു കൊടുത്തു. ഓരോ തവണ അവന്റെ ചുണ്ടു പതിയുമ്പോഴും താടി രോമങ്ങൾ കൊള്ളുന്നുകൊണ്ട് ഇക്കിളിയെടുത്ത് അവൾ പൊട്ടിച്ചിരിച്ചു. ഡെന്നിയാണെങ്കിൽ അവളുടെ ചിരി കാണാനായി മുഖത്തും കവിളിലുമെല്ലാം താടിയിട്ട് ഉരച്ചു. പപ്പയുടെയും മോടെയും ചിരിയും കളിയും കേട്ടാണ് ലച്ച് എഴുന്നേറ്റത്. കണ്ണ് തുറന്നവൻ കണ്ടു മിഴിയെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന ഡെന്നിയെ. അവളുടെ കുഞ്ഞിക്കാലും കൈയുമെല്ലാം അവന്റെ മേലെയാണ്. രണ്ടുപേരുടെയും ചിരി കണ്ടപ്പോൾ അവളുടെ മനസ്സ് നിറഞ്ഞു. ആഹാ, ഇപ്പൊ രണ്ടും കൂടെ കളിയും ചിരിയായോ? ഇന്നലെ എന്തായിരുന്നു? ഒരാൾക്ക് വേദനിക്കുമ്പോ കരയാൻ അടുത്ത ആള്. അവൾ അവരെ നോക്കി കളിയാക്കി. പപ്പ എന്തിനാ കരഞ്ഞേ? മിഴി ഡെന്നിയെ നോക്കിട്ട് ചോദിച്ചു. അത് പപ്പയുടെ കുഞ്ഞൂസ് വയ്യാണ്ട് കിടക്കുന്നുണ്ടപ്പോ പപ്പക്ക് സങ്കടമായിട്ടല്ലേ? അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. പപ്പക്ക് എന്നോട് എന്തോരിഷ്ടമുണ്ട്? അവൾ കൗതുകത്തോട് ചോദിച്ചു. പപ്പയ്ക്ക് ഈ ഭൂമിയിൽ ഇപ്പോൾ ഏറ്റവും ഇഷ്ടം പപ്പയുടെ കുഞ്ഞൂസിനോടാ. അവൻ എഴുന്നേറ്റിരുന്ന് അവളെയും മടിയിരുത്തിക്കൊണ്ട് പറഞ്ഞു. ശരിക്കും? അവൾ കുഞ്ഞിക്കണ്ണുകൾ വിടത്തിക്കൊണ്ട് ചോദിച്ചു.